ഹായ് എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനൊരു പുൾമിയപ്പ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് പുൾമിയപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പുൾമിയപ്പ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പുൾമിയപ്പ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ തൈര്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇതിൻ്റെ നീരെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പുരട്ടിയെടുക്കുക ചിക്കനിൽ. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതാ 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അതാ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതാ ചിക്കനൊക്കെ നല്ല ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാനിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ് കേട്ടോ. അത് നല്ല മെൽട്ടായി വന്നിട്ടുണ്ട് ബട്ടർ. ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി, ഒരു അല്ലി വലിയ വെളുത്തുള്ളി അല്ലി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചാലും മതി. നന്നായിട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് ബട്ടറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ ബട്ടറിൽ നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കുക. കട്ട കൂടാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിൽ മുഴുവൻ പാലെടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് കുറവുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് കുറുകി വരണമല്ലോ, സോസ് പരുവത്തിലാവണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ നമ്മളെ വൈറ്റ് സോസ്. ഇനി ഞാൻ സാൻഡ്വിച്ച് റെഡിയാക്കാനുള്ള ബ്രെഡ് ഞാൻ അതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്നൊന്ന് ജസ്റ്റ് പാനിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് ബട്ടർ ഞാൻ ഈ പാനിൽ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ ബ്രെഡിൻ്റെ പീസായിട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുക. 2 സൈഡും ബട്ടറാവുന്ന രീതിയിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണത്. 2 സൈഡും ആവുന്ന രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രൈ പാനിലെടുത്ത് മാറ്റാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാനുള്ള വെജിറ്റബിൾസ് എടുത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളി, പിന്നെ ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, മയോണൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ്, പിന്നെ വൈറ്റ് സോസ്, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതേപോലത്തെ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ പുൾമിയപ്പ് കേക്ക് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പ് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ആ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസ്, കുറച്ച് ക്യാബേജ്, പിന്നെ കുറച്ച് തക്കാളി, പിന്നെ കുറച്ച് കുക്കുംബർ, പിന്നെ ക്യാരറ്റ്, ഇതെല്ലാം കൂടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്ലൈസ് ബ്രെഡുമേ കുറച്ച് മയോണൈസ് ഇങ്ങനെ ഇതേപോലെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ മയോണൈസ് പുരട്ടിയ ഭാഗം മുകളിലാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കുക അതേപോലെ. എന്നിട്ട് വീണ്ടും വെജിറ്റബിൾസ്, ക്യാബേജും ക്യാരറ്റും
കുക്കുംബറും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്ത പോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും പിന്നെ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേറൊരു ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പ് പുരട്ടിയിട്ട് കെച്ചപ്പിൻ്റെ ഭാഗം മുകളിലാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചിക്കനും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുടെ ഒരു സ്ലൈസ് ബ്രെഡും കൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വൈറ്റ് സോസും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വൈറ്റ് സോസിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ്റെ പീസസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഷീറ്റ് നമുക്കിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ പുൾമിയപ്പ് സാൻഡ്വിച്ച് റെഡിയായി. അപ്പോൾ ആ സോസും ആ ചിക്കനും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒലിച്ചിറങ്ങുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching.